കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായി ഗൈസ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞങ്ങളുടെ കല്യാണ കഥയായാലോ. കാണുമ്പോൾ ഒരു തരത്തിലും മാച്ച് അല്ലാതെ ഞങ്ങൾ തമ്മിൽ കല്യാണം വരെ എത്തിയ കഥ സംഭവബഹുലമാണ് കേട്ടോ. കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ കെട്ടിപ്പോയപ്പം ആഫ്റ്റർ മാരേജ് അവരുടെ കഥകളൊക്കെ കേട്ടിട്ട് മനസ്സ് മടുത്ത് നിൽക്കുന്ന അവസ്ഥയിൽ എനിക്ക് കല്യാണമേ വേണ്ടെന്നുള്ള തീരുമാനത്തിലായിരുന്നു ഞാൻ. കൃത്യം ആ ഒരു ടൈമിൽ തന്നെ എൻ്റെ വീട്ടുകാരെനിക്ക് കല്യാണം നോക്കാൻ തുടങ്ങി. ആദ്യം വന്ന ചില ആലോചനകൾ പല കാരണങ്ങൾ പറഞ്ഞ് ഞാൻ തന്നെ മുടക്കി വിട്ടെങ്കിലും എന്തെങ്കിലും ഒരാൾക്ക് മുൻപിൽ കീഴടങ്ങേണ്ടി വരുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പം വരുന്നത് വരട്ടെ ഏതവനെങ്കിലും കെട്ടാന്ന് തീരുമാനിച്ചപ്പോൾ അപ്പം വന്ന ആളാണ് ഇയാൾ. കല്യാണം ഉറപ്പിച്ചപ്പോൾ ഞങ്ങൾ തമ്മിൽ പക്ഷേ നല്ല ടൈപ്പായിട്ടോ. പക്ഷേ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ തമ്മിൽ അത്ര ഇന്നാങ്കമൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഈശ്വര എൻ്റെ ജീവിതവും മൂഞ്ചി. പക്ഷേ തുടക്കമല്ലേ, അതൊക്കെ തുടക്കത്തിലൊരു മാസമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടാണ് ഞങ്ങൾ പരസ്പരം ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് മനസ്സിലാക്കിയത്. കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ഒരു മാസം ആഗ്രഹിച്ച രീതിയിലൊക്കെ ജീവിച്ചിട്ട് പിന്നീട് ആ ഒരു കാലത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും പലരും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു മാസം ഞാൻ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. പിന്നീട് അങ്ങോട്ടാണ് ഞങ്ങൾ പരസ്പരം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയത്. ഏതോ ഒരു പോയിന്റിലെത്തിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് ഗൈസ്, എനിക്ക് കിട്ടിയതൊരു ഡയമണ്ട് ആണെന്ന്. ആഫ്റ്റർ മാരേജ് ആണ് എൻ്റെ ലൈഫിൽ ബെസ്റ്റ് ആയതെല്ലാം കിട്ടിയത് കേട്ടോ. എന്നെ സന്തോഷിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്താണെന്ന് ആൾക്ക് നന്നായിട്ട് അറിയാം. മറ്റൊരാളാൽ സ്നേഹിക്കപ്പെടുക എന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം എന്താണ് ഈ ഒരു ജന്മത്തിൽ വേണ്ടതില്ലേ. അങ്ങനെ ഞങ്ങൾ 5 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു കേട്ടോ.